പന്തളം അപ്പോസ്തോലിക് മീഡിയയുടെ അപ്പോസ്തോലിക് ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം 34-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. എന്താണ് അവനിലേക്ക് നോക്കിയവർ? അതായത് ക്രിസ്തുവിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമാകും. അപ്പോൾ ചിന്തിക്കും, ഇത് ദാവീദ് എഴുതിയതാണല്ലോ, അന്ന് ക്രിസ്തു ഉണ്ടോ എന്ന്. അന്നും ക്രിസ്തു ഉണ്ട്, ക്രിസ്തു എന്നുമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമാണ് ക്രിസ്തു. ക്രിസ്തു എന്നുമുണ്ട്. അവനിൽ കൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവനിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുന്ന ആ പ്രസന്നത, സന്തോഷം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 34-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. ദാവീദ് ശൗലിൻ്റെ അടുത്ത് നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നത്, എത്തിച്ചേരുന്നത് ഫെലിസ്ത്യയിലെ ഗത്ത് എന്നുള്ള പട്ടണത്തിലാണ്. അപ്പോൾ അവിടെ ആഖീഷാണ് രാജാവായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പടയാളികൾ ദാവീദിനെ തിരിച്ചറിഞ്ഞു. ഇത് ദാവീദ് രാജാവാണ്, അവന് ശത്രുവാണെന്നുള്ള കാര്യം അവരുടെ രാജാവിനെ അറിയിക്കുകയാണ്. അപ്പോൾ ദാവീദ് ആകെ വിഷമിച്ചു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. എന്താ ഐഡിയ വന്നതെന്ന് വെച്ചാൽ, ഭ്രാന്ത് അഭിനയിക്കുക. തനിക്ക് ശരിയായിട്ടുള്ള ബോധമില്ല എന്നുള്ളതൊന്ന് അഭിനയിച്ച് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ തുപ്പലൊക്കെ എടുത്ത് കഥകയിലൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടും വല്ലാതെ ഓരോ എക്സ്പ്രഷനൊക്കെ കാണിച്ചുകൊണ്ടും ഒക്കെ നിന്നു. അപ്പോൾ ആഖീഷ് ചോദിച്ചു, ഇവിടെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ഭ്രാന്തനെ കൂടെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്? എനിക്ക് ഭ്രാന്തന്മാരെ ഒന്നും കാണണ്ട, അവനെ പറഞ്ഞു വിട് എന്ന് പറഞ്ഞിട്ട് ദാവീദിന് രക്ഷപ്പെടാൻ അതൊരു കാരണമായി തീർന്നു, ആ ഭ്രാന്ത് അഭിനയിച്ചത്. അപ്പോൾ ദാവീദ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 34-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുക. എപ്പോഴൊക്കെ ഞാൻ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടോ, എപ്പോഴൊക്കെ ഞാൻ കഷ്ടത്തിൽ ചാടിയിട്ടുണ്ടോ, അപ്പോഴൊക്കെയും ഞാൻ കർത്താവിലേക്ക് നോക്കി, യഹോവയിലേക്ക് നോക്കി, ദൈവം എന്നെ വിടുവിക്കുകയും ചെയ്തു. അവനെ എത്ര സ്തുതിച്ചാലും മതിയാകയില്ലെന്നുള്ള കാര്യമാണ് ദാവീദ് ഇവിടെ ഉറക്കെ പറയുകയാണ്. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, മറ്റുള്ളവരത് കണ്ട് സന്തോഷിക്കും. അതായത് എനിക്ക് സന്തോഷമാണ്, കാരണം ഞാൻ രക്ഷപ്പെട്ടിപ്പം, എൻ്റെ പ്രാണൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിടുവിച്ചതാരാണ്? ഭ്രാന്തനായിട്ട് അഭിനയിക്കാൻ ദൈവമാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. അതിനുവരെയും ദാവീദ് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ മറ്റു ചിലർ ഇതൊക്കെ വിശകലനം ചെയ്യുന്നവർ പറയുന്നു, അത് ദാവീദ് ചെയ്തത് തെറ്റല്ലേ എന്ന്. ദാവീദ് പ്രാണരക്ഷാർത്ഥം അത് ചെയ്തു, അപ്പോൾ ദൈവം തോന്നിച്ചതായിരിക്കുമല്ലോ തൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ വാക്യവും പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്താണ് ഇവിടെ പറയുന്നത്? ദൈവത്തിലേക്ക് നാം കണ്ണുകൾ ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും. ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെയും, ഏത് സാഹചര്യങ്ങളായിരുന്നാലും ആ ആവശ്യങ്ങളിലൊക്കെയും നമ്മെ വിടുവിക്കാൻ അവൻ പ്രാപ്തനാണ്. അവനത് ചെയ്യുകയും ചെയ്യും. അവങ്കിലേക്ക് നോക്കിയാൽ അവൻ നമ്മെ ലജ്ജിക്കാൻ അനുവദിക്കുകയില്ല. അവൻ നമ്മുടെ പ്രാണനെ രക്ഷിക്കുന്നു, അവൻ നമ്മുടെ പ്രാണന് ആവശ്യമായതെല്ലാം തരുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിത സാക്ഷ്യമാണ് ദാവീദ് അവിടെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത്. യഹോവയുടെ വിശുദ്ധന്മാരെ
അവനെ ഭയപ്പെടുവീൻ. ആരാണ് യഹോവയുടെ വിശുദ്ധന്മാർ? നമ്മൾ വിശുദ്ധന്മാരാണോ? എങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരാകുന്നത്? ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് വന്ന് നാം വിശുദ്ധന്മാരായി തീരുകയാണ്. അല്ലാതെ നമുക്ക് ഒരു വിശുദ്ധിയുമില്ല. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ വിശുദ്ധി എവിടെ നിന്ന് വരുന്നു? നമ്മുടെ വിശ്വാസത്തിൽ നിന്നും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുമാണ് നമുക്ക് വിശുദ്ധി വരുന്നത്. അപ്പം ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്ന് നടക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും ബുദ്ധിമുട്ടില്ല. അപ്പം ഈ വാക്യങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവത്സരത്തിൽ ദൈവം അത്ഭുതകരമായി നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവങ്കിലേക്ക് നോക്കുക, പ്രസന്നരാകുക, സന്തോഷിക്കുക, യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക, അവനെ മഹത്വപ്പെടുത്തുക. ഇത് മാത്രമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണം. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.